ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളെ പ്രസിഡന്റിനെ തീരുമാനിക്കാനൊക്കെയുള്ള അധികാരം അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണുള്ളത്. അത് പല രാഷ്ട്രീയ പാർട്ടികൾ പല നിലയിലായിരിക്കും. കോൺഗ്രസിൻ്റേതുപോലെ ആവില്ല, BJP-യുടേത്, ഈ രണ്ട് പാർട്ടികളുടേതും പോലെയല്ല, CPM പോലെയുള്ള പാർട്ടികളുടെ, അതൊക്കെ വ്യത്യസ്ത തലത്തിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ BJP-യുടെ ജില്ലാ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടില്ല. നമ്മുടെ ചർച്ചയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് RSSന്റെ അനുനയ നീക്കമോ എന്നുള്ള നിലയിലാണല്ലോ. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് പാലക്കാട് BJP-ക്കകത്ത് ഏറെക്കാലമായി നിലനിൽക്കുന്ന വലിയ ചേരിതിരിവിൻ്റെയും ജനാധിപത്യ വിരുദ്ധമായി BJP-ക്കകത്ത് തന്നെയുള്ള നേതാക്കൾ എടുക്കുന്ന ചില സമീപനത്തിൻ്റെയും ആ സമീപനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന BJP-യിലെ ആളുകളുടെയും എല്ലാം ഒരു ഘട്ടത്തിൽ അത് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഏറെക്കാലമായി ഇത് തുടങ്ങിയിട്ട് അതിപ്പോൾ ഈ ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ഉണ്ടായിട്ടുള്ളത് RSSന്റെ അനുനയം എന്നുള്ളതിനേക്കാൾ കൂടുതൽ RSSന്റെ ഒരു ഭീഷണിക്ക് തുല്യമായ അല്ലെങ്കിൽ RSSന്റെ ഒരു ഭീഷണിക്ക് ഒരുപക്ഷെ BJP-യുടെ ഇപ്പോഴുള്ള നേതൃത്വത്തിലെ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ നേതൃത്വത്തോട് കലഹിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഒരുപക്ഷെ ഇപ്പൊ വഴങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ ചടങ്ങിൽ വരണമായിരുന്നു. ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതൊരു ചെറിയ കാര്യമല്ലല്ലോ. അങ്ങ് പറയുന്നത് പോലെ ഒരു ഭീഷണിയാണ് എങ്കിൽ കീഴടങ്ങലാണ് അതിന്റെ മറുപടി. അങ്ങനെ കീഴടങ്ങിയിട്ടില്ല അവർ. അല്ല, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഇല്ല, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. ഇപ്പൊ താൽക്കാലികമായി ഒരു പക്ഷേ അവരുടെ ഭീഷണിക്ക് അല്ലെങ്കിൽ RSSന്റെ ഒരു നിർദ്ദേശത്തിനോ ഭീഷണിക്ക് തുല്യമായ ഒരു സാഹചര്യത്തിന് അവർ ഒരു പക്ഷേ ഒന്ന് വഴങ്ങിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പാലക്കാട് നഗരത്തിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ BJP-യുടെ സുഹൃത്തുക്കളെ അത്തരത്തിലുള്ള ആളുകളുമൊക്കെ ആയിട്ടുള്ള സംസാരങ്ങളിൽ നിന്നും അവരൊക്കെ കാണുമ്പോൾ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് പാലക്കാട്ടെ BJP-ക്കകത്ത്, പാലക്കാട് മാത്രമല്ല കേരളത്തിലാകെ BJP-ക്കകത്ത് നിലനിൽക്കുന്ന വലിയ ഒരു എന്താ പറയുക ചേരിതിരിവിൻ്റെയും സംഘർഷത്തിൻ്റെയും ഒക്കെ അത് പാലക്കാട് കുറച്ചുകൂടി പ്രകടമായി വന്നു എന്ന് മാത്രം. ഇതൊരു ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ലേ, RSS അല്ല എത്ര ശക്തമായി ഇടപെട്ടാലും ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പ്രമീള ശശിധരനൊക്കെ അവർ ഇന്നലെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം, ഇന്ന് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമല്ല മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് നടന്നെത്താവുന്ന ദൂരത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവരുടെ വലിയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വെച്ച് നടക്കുമ്പോൾ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാലക്കാട്ടെ കൗൺസിലിൽ 9 ആളുകൾ എന്ന് വെച്ചാൽ അവർ എങ്ങനെയെങ്കിലും ജയിച്ച 9 ആളുകളല്ല, BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ ആളുകൾ അല്ലെങ്കിൽ നേതാക്കളായിട്ടുള്ള ആളുകളാണ് വിട്ടുനിൽക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ BJP-യിൽ നിന്ന് ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനൊരു വിമതസ്വരം പറയുന്ന ആളുകൾ മുനിസിപ്പൽ ഭരണത്തിനൊരു തകർച്ചയോ അല്ലെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് പോകണമെങ്കിൽ കോൺഗ്രസ് പാലക്കാട് നഗരത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കേണ്ടി വരും. പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ അല്ലെങ്കിൽ ആ കാര്യത്തിൽ. പക്ഷെ അതിന് കോൺഗ്രസിന്റെ പാലക്കാട്ടെ നേതൃത്വം തയ്യാറാകുമോ എന്ന് വ്യക്തിപരമായ ഒരു ആശങ്കയുള്ള ഒരാളാണ് ഞാൻ.